എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. +1 ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് എന്താണ്, ട്രേഡ് എന്താണ്, ഇങ്ങനെയുള്ള വലിയ ടോപ്പിക്കുകൾ കിടക്കുമ്പോൾ തന്നെ വളരെ ചെറുതും എന്നാൽ രസകരവുമായ ഒരു ടോപ്പിക്കാണ്. ഇന്ന് പല ആളുകളും വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിയിട്ട് നമ്മൾ ചോദിക്കും, ഇപ്പം ഞാനൊരു അച്ഛനായതുകൊണ്ട് പള്ളിയിലെ ആളുകളോട് ചോദിക്കും, ഇനി എന്താ പരിപാടി, ഒരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ എന്ത് ബിസിനസ്സാണ് തുടങ്ങുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. അപ്പോൾ ഇത് വലിയ കാലഘട്ടമായി, അതായത് 10, 50, 55 വയസ്സ് നാട്ടിൽ വരുന്ന ആളുകളുടെ അടുക്കൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. എങ്കിൽ നമ്മൾ ചെറുപ്പകാലത്ത് തന്നെ ഒരു ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ ഏത് ബിസിനസ് തുടങ്ങണം, അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ ടോപ്പിക്ക് basic factors to be kept in mind before starting a business. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കണം. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിസ്ഥാനപരമായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തേതിലേക്ക് നോക്കാം. 10 പോയിന്റാണ് മൊത്തം ഉള്ളത്. അതിലെ ഒന്നാമത്തെ പോയിന്റിലേക്ക്, സെലക്ഷൻ ഓഫ് ദ ലൈൻ ഓഫ് ബിസിനസ്. ഇച്ചിരി ക്ലിയർ ആയിട്ട് പറയുന്നു, ഇറ്റ് മീൻസ് നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ് ടു ബി അണ്ടർടേക്കൺ. എന്ത് തരം ബിസിനസ്സാണ് അടിസ്ഥാനപരമായി നമ്മൾ തീരുമാനം എടുക്കേണ്ടത് അത് തന്നെയാണ്. എന്ത് തരം ബിസിനസ്സാണ് തുടങ്ങുന്നത്? പച്ചക്കറിയുടെ ആണോ, പലവ്യഞ്ജനത്തിൻ്റെ ആണോ, ബേക്കറി ആണോ, ഫാക്ടറി ആണോ, ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണോ? ഇതിൽ എന്ത് തരം ബിസിനസ്സാണ്? സമൂഹത്തിന് പ്രയോജനമുള്ളതാണോ, അതോ വേറെ എന്തെങ്കിലും രീതിയിലുള്ളതാണോ? ഇതൊക്കെ ഒരുപാട് ചിന്തകൾ നമ്മൾ എടുത്തിട്ട് എന്ത് തരം ബിസിനസ്സാണ് തുടങ്ങുന്നതെന്നുള്ളത് ഒന്നാമത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ്. രണ്ടാമത് നോക്കി, സൈസ് ഓഫ് ദ ബിസിനസ്. സൈസ് ഓഫ് ദ ബിസിനസ് ഇത് നിങ്ങൾ 2ഉം 3ഉം പാഠത്തിൽ ഇച്ചിരി ക്ലിയർ ആക്കുന്നുണ്ട് സൈസ് ഓഫ് ദ ബിസിനസിനെ കുറിച്ച്. എങ്കിലും നമ്മൾ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, സൈസ് ഓഫ് ദ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓർ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ടു ബി ടേക്കൺ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ബിസിനസ്. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഓർക്കണം, എന്ത് സൈസ് അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലുതാണോ, ചെറുതാണോ, ഒരുപാട് പൈസ മുടക്കേണ്ടതാണോ, ഒരുപാട് ആളുകളെ കൂട്ടി വരുത്തുന്ന ബിസിനസ്സാണോ, ഇതിലേതാണ് ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തെടുക്കാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട്, ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ് ഇതും നമ്മൾ അടുത്ത പാഠത്തിൽ ക്ലിയർ ചെയ്ത്, 2ാമത്തെ അധ്യായത്തിൽ ക്ലിയർ ചെയ്ത് പഠിക്കുന്നുണ്ട്. ദ ബിസിനസ് ഓർഗനൈസേഷൻ മേ ടേക്ക് ദ ഫോം ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഓർ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. Each forms has its own merits and demerits. ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ്റെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നൊക്കെ പറയുന്ന പല രൂപത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. ഇതിലേതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഞാൻ തന്നെ പൈസ മുടക്കുന്നു, ഞാൻ തന്നെ ലാഭം മേടിക്കുന്നു, നഷ്ടവും ഞാൻ തന്നെ വഹിക്കുന്നു, അങ്ങനെയുള്ള ബിസിനസ് പറയുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പാർട്ട്ണറിനെ കൂടെ ആഡ് ചെയ്ത് നിങ്ങളും അയാളോട് ചേർന്ന് ബിസിനസ് നടത്തുക, അതിൻ്റെ ലാഭം നിങ്ങൾ പങ്കുവയ്ക്കുക, നഷ്ടവും നിങ്ങൾ പങ്കുവയ്ക്കുക, മൂലധനം കൊണ്ടുവരുന്ന ഒരുമിച്ച് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ വരുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വലിയ കമ്പനികളാണ്. ഒരു ഷെയർ പലർക്കും ഷെയർ കൊടുത്ത്, ഒരുപാട് പേർക്ക് ഷെയർ കൊടുത്ത് വലിയ രജിസ്റ്റേർഡ് കമ്പനിയായിട്ട് നടത്തുകയാണ്. എല്ലാത്തിനും അതിൻ്റെതായ നന്മകളും തിന്മകളും ഉണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം 3 എണ്ണമായി. 4ാമത്തേതിലേക്ക്, ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ്. ഇത് എവിടെ സ്ഥാപിക്കണം? ഓരോരോ സ്റ്റെപ്പ് നമ്മൾ പറയുന്നത്. 1 എന്താണ്, 2 എത്ര വലിപ്പമുള്ളതാണ്, 3 ഏത് രീതിയിലുള്ള ഇതാണ്, 4ാമത്തെയാണ് എവിടെ ഇത് സ്ഥാപിക്കണം. നമ്മൾ ബിസിനസ് തുടങ്ങാനൊക്കെ തീരുമാനിച്ചു, പക്ഷെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ലേബർ, പവർ, വാട്ടർ ആൻഡ് അതർ വേരിയസ് സർവീസസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വൈൽ മേക്കിംഗ് എ ചോയ്സ് ഓഫ് ലൊക്കേഷൻ. ഒരു ലൊക്കേഷൻ തീരുമാനമെടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. ഏതൊക്കെ? അവിടെ വെള്ളം അവൈലബിൾ ആണോ, സഫീഷ്യൻറ്റ് വെള്ളം അവിടെ അവൈലബിൾ ആണോ, നമ്മൾ
ചോദിക്കുന്ന ആവശ്യപ്പെടുന്ന അത്രയും ക്വാണ്ടിറ്റി. കറണ്ട് കിട്ടുമോ, മനുഷ്യരെ കിട്ടുമോ, ലേബറായിട്ട്, ജോലിക്കാരായിട്ട്, സാധനങ്ങൾ അവിടെ കിട്ടുമോ, അല്ലെങ്കിൽ അവിടെ എത്തിക്കാൻ കഴിയുമോ. ആൻഡ് വേരിയസ് അതർ സർവീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വൈൽ മേക്കിംഗ് എ ചോയ്സ് ഓഫ് ലൊക്കേഷൻ. ഒരു സ്ഥലം തീരുമാനമെടുക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോയെങ്കിലേ മതിയാവുകയുള്ളൂ. ആൻഡ് ഫിഫ്ത്ത് വൺ, ദാറ്റ് ഈസ് ഫിനാൻസ്. എന്താ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് മസ്റ്റ് ബി ഡൺ ബിഫോർ സെലക്ടിങ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏത് തരം ബിസിനസ്സാണ് നമ്മൾ നടത്തുന്നതെങ്കിലും അതിന് പ്രോപ്പർ ഫോം ഓഫ് ഫിനാൻസ് ഉണ്ടോ എന്ന് നോക്കണം. കൃത്യമായി വലിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചു, തുടങ്ങി വെച്ചു, അതിൻ്റെ ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലെ പണം തീർന്നു എങ്കിൽ അതൊരു പ്രോപ്പർ പ്ലാനിങ് അല്ല. നമ്മുടെ കയ്യിൽ പണമുണ്ടോ, അതിനനുസരിച്ചുള്ള ഫോം ഓഫ് ഓർഗനൈസേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആറാമത്തേതിലേക്ക്, ഫിസിക്കൽ ഫെസിലിറ്റീസ്. അവൈലബിലിറ്റി ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ലൈക്ക് ബിൽഡിംഗ്, മെഷീൻസ്, supportive services are very important factor to be considered. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാണാനും സ്പർശിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ബിൽഡിങ്, വലിയ ബിൽഡിങ് വേണ്ടി വരുന്നതാണോ വേണ്ടാത്തതാണോ, വലിയ മെഷീൻസ് വേണ്ടതാണോ അതോ വേണ്ടാത്തതാണോ, അതുപോലെ മറ്റ് സർവീസുകൾ, ട്രാൻസ്പോർട്ട് സർവീസസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗതാഗത സൗകര്യങ്ങളൊക്കെ ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ. ആവശ്യമുള്ളതാണെങ്കിൽ അതിന് അവൈലബിലിറ്റി അവിടെ ഉണ്ടോ, ഈ സ്ഥലത്ത് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടതാണ് ആറാമതായിട്ട്. ഇനിയും നമുക്ക് ഏഴാമതിലേക്ക്, പ്ലാൻഡ് ലേഔട്ട്. ഇറ്റ് മീൻസ് ദ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് നീഡഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. പിന്നീട് തീരുമാനിക്കണം. അപ്പോൾ ഇത്രയെല്ലാം തീരുമാനിച്ചു, നമ്മൾ സൈറ്റ് എടുത്തു, അവിടെ ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞു. പിന്നീട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എവിടെയെല്ലാം ഈ മെഷീൻസ് വെക്കണം. ഒരു സ്ഥലം കൃത്യമായി തിരഞ്ഞെടുത്ത് ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ റോ മെറ്റീരിയൽ പോകുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആവത്തക്ക രീതിയിൽ, അവസാനത്തെ പോയിന്റിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവണമല്ലോ, എങ്കിലല്ലേ നമുക്ക് കച്ചവടത്തിന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആവത്തക്ക രീതിയിൽ ഇതിനെ കൃത്യമായി ലേ ഔട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റുമോ, അങ്ങനെ അറേഞ്ച് ചെയ്ത് പ്ലാന്റിൻ്റെ ലേ ഔട്ട് രീതി ക്രമീകരിച്ച് വെക്കാനായിട്ട് കഴിയുമോ എന്ന് നോക്കണം. അതാണ് പ്ലാന്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്. 8, വർക്ക് ഫോഴ്സസ്. പ്ലാൻ ഷുഡ് ബി മെയ്ഡ് to board the number of employees, their competence, and how they will be trained and motivated. Plan should be made about the number of employees. എത്ര ജോലിക്കാരെ ആവശ്യമുണ്ട്, അവരുടെ കഴിവുകൾ, താല്പര്യങ്ങൾ എന്തായിരിക്കണം, അവർക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കണം, അവരെ എങ്ങനെയെല്ലാം മോട്ടിവേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. നമ്മൾ മെഷീൻസിനെ ആദ്യം ലേ ഔട്ട് ചെയ്ത് 7ാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, പ്ലാനിൻ്റെ മെഷീൻസ് എങ്ങനെ വെക്കണം. ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യാനും ഇവിടെ ജോലി ചെയ്യാനും ആളുകൾ വേണം. എത്ര ആളുകൾ ആവശ്യമുണ്ട്, അവരുടെ എന്തെല്ലാം കഴിവുകളാണ് ആവശ്യം, അവർക്ക് എന്തെല്ലാം ട്രെയിനിങ്ങും എന്തെല്ലാം മോട്ടിവേഷനും കൊടുത്ത് അവരെ അതിനകത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇത് 8ാമതായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ വർക്ക് ഫോഴ്സ് അതൊരു വളരെ പ്രധാനപ്പെട്ടാണ്. പല സ്ഥലങ്ങളിലെയും ബിസിനസ് നശിച്ചിട്ടുള്ളത് ഈ വർക്ക് ഫോഴ്സിൻ്റെ സെലക്ഷന് പറ്റിയ അബദ്ധങ്ങളാണ്. 9ാമതായിട്ടുള്ളത് ടാക്സ് പ്ലാനിങ്. ദ ഫൗണ്ടർ ഓഫ് ബിസിനസ് ഹാസ് ടു കൺസിഡർ ഇൻ അഡ്വാൻസ് ദ ടാക്സ് ലയബിലിറ്റി അണ്ടർ വേരിയസ് ടാക്സ് ലോസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ബിസിനസ്. കൃത്യമായി പ്ലാൻ ചെയ്യുക. ഞാൻ ഇന്ന ബിസിനസ് തുടങ്ങിയാൽ ഇത്ര രൂപ ടാക്സ് കൊടുക്കേണ്ട ബിസിനസ്സാണ്, എന്നാൽ ഇന്നതാണ് എങ്കിൽ എനിക്ക് അത്രയും ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം ടാക്സ് കൂടുതൽ കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ ചിലപ്പോൾ അതിന് ലാഭം കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ ഇതിലേതാണ് എനിക്ക് വേണ്ടത്? ഞാൻ ടാക്സ് കൊടുക്കാൻ തയ്യാറാണോ? അങ്ങനെയാണ് എങ്കിൽ എൻ്റെ ബിസിനസ് ഏതായിരിക്കണം? അല്ല, എൻ്റെ ടാക്സ് കുറച്ച് നിർത്താനാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ കുറച്ചാലും നമുക്ക് ടാക്സ് കുറയ്ക്കാനായിട്ട് കഴിയും. പ്രൊഡക്ഷൻ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ വലുതാകുന്നതനുസരിച്ച് ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച് വ്യക്തമായൊരു ബോധ്യം വേണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലോഞ്ചിങ് ദ എൻ്റർപ്രൈസസ്. എൻ്റർപ്രൈസ് ലോഞ്ച് ചെയ്യുക.
After considering the above factors, the businessman can go ahead with the actual launching of the enterprises. മുകളിൽ പറഞ്ഞ 9 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം വരുത്തിയിട്ടുണ്ട് എങ്കിൽ 10ാമതായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ പ്ലാൻ ചെയ്ത് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കായിട്ട് കൂട്ടുകാർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. വളരെ നിസ്സാരമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കുമാണ്. നിസ്സാരവൽക്കരിച്ച് ഇതിൻ്റെ പ്രാധാന്യം കളയരുത്. കാരണം മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇത് ചോദിക്കും. ഉറപ്പായിട്ടും അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ഇടയാകട്ടെ. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. നന്മയോടെ അടുത്ത ക്ലാസ്സിലും കാണാം. നന്മകൾ നേരുന്നു. നന്ദി.